സാറേ, ഇറാൻ ഈ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തളർന്നിട്ടില്ല ഒട്ടും. മാത്രമല്ല, ഇവിടുത്തെ രണ്ടാം നിര നേതൃത്വമാണ് നമ്മൾ പറയുമെങ്കിലും അവർ ശക്തമായിട്ട് തിരിച്ചടിക്കുന്നു. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെയൊക്കെ തന്നെ വ്യോമ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന കൂറ്റൻ റഡാറുണ്ട്. ഈ റഡാറിനെയാണ് ഇറാൻ തകർത്തത് എന്ന് പറഞ്ഞാൽ ഇനി ഒരു ഏർലി വാർണിംഗ് അലാം ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത സാഹചര്യമല്ലേ? അതായത് ഇറാൻ തളർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇറാൻ ഒറ്റയ്ക്കല്ല എന്ന് നമ്മൾ കരുതണം. കഴിഞ്ഞ ജൂണിൽ ഇസ്രയേൽ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഇറാൻ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. ചൈനയോ റഷ്യയോ സഹായിച്ചിരുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാനില്ലാത്ത സാങ്കേതിക വിദ്യ, അതായത് ഇന്ത്യയിൽ നിന്നൊരു മിസൈൽ പുറപ്പെട്ടാൽ ഇതുടനെ എങ്ങനെ അറിഞ്ഞിരുന്നു പാകിസ്ഥാനിൽ എന്നുള്ളതിൻ്റെ ഉത്തരമായിരുന്നു അത് ചൈനയാണ് സഹായിച്ചു കൊണ്ടിരുന്നത്. ഉപഗ്രഹ ചിത്രങ്ങൾ വഴിയൊക്കെ പാകിസ്ഥാന് പറഞ്ഞു കൊടുത്തിരുന്നു എന്ന്. ഇറാനിലും നമ്മൾ ചൈനയുടെയും റഷ്യയുടെയും അദൃശ്യ സാന്നിധ്യം കാണുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇറാൻ ഈ യുദ്ധത്തിൽ ഒറ്റയ്ക്കല്ല. കാരണം ഇറാൻ കഴിഞ്ഞാൽ പിന്നെ ചൈനയുടെയും ഈ യുദ്ധത്തിൻ്റെ തന്നെ ഉന്നങ്ങളിലൊന്ന് ചൈനയാണെന്ന് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു ബാങ്കിൻ്റെ കഥ പറഞ്ഞിട്ട്. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഇത് ഇന്ത്യയുമാകാം എന്നൊക്കെ ഇന്ത്യ തിരിച്ചറിയണം. കാരണം ഇന്ത്യ വൻശക്തിയാകുന്നതിൽ ഒരു താല്പര്യവും അമേരിക്കയ്ക്ക് ഉണ്ടാകുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. നമ്മുടെ സുഹൃത്താണ് ഇറാൻ എന്തൊക്കെ പറഞ്ഞാലും. ഖമനയി പോയി ആ ഒരു വിജയം, അതൊരു വിജയമാണെങ്കിൽ വിജയമായിട്ട് അമേരിക്കയ്ക്ക് എടുക്കാം എന്നേ ഉള്ളൂ. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഖത്തറിലെ അൽ ഉദൈദ് സെൻകോമിൻ്റെ സെൻട്രൽ കമാൻഡിൻ്റെ ആസ്ഥാനമാണത്. അമേരിക്കയുടെ ഗൾഫിലെ സെൻട്രൽ കമാൻഡിൻ്റെ ആസ്ഥാനം അൽ ഉദൈദ് വ്യോമത്താവളമാണ് ഖത്തറിലെ. അവിടെ ഒരു കൂറ്റൻ റഡാർ സ്ഥാപിച്ചിരുന്നു അമേരിക്ക. 5000 കിലോമീറ്റർ റേഞ്ച്. അതായത് ഇറാനിൽ നിന്നൊരു മിസൈൽ, ബാലിസ്റ്റിക് മിസൈലോ മറ്റ് മിസൈലുകളോ പുറപ്പെടും മുമ്പ് അതിൻ്റെ മുന്നറിയിപ്പ് കൊടുക്കുന്ന റഡാർ ആയിരുന്നു ഇത്. AN/FPS 132 കൂറ്റൻ റഡാറാണിത്. അപൂർവമാണ് ഇത്തരം റഡാറുകൾ. വിരലിലെണ്ണാവുന്ന റഡാറുകളെ ഉള്ളൂ അമേരിക്ക ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതിൻ്റെ വില $1.1 ബില്യൺ. 10,873 കോടി രൂപ, 11,000 കോടി രൂപ എന്ന് കരുതാം. അതാണ് വലിയ നാശമാണ് സംഭവിച്ചിരിക്കുന്നത്. 2013 ഈ റഡാർ ഇവിടെ ഖത്തറിൽ കൊണ്ടുവന്ന് അമേരിക്ക സ്ഥാപിച്ചത്. ഇത് ടെഹ്റാൻ ടൈംസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിന് ഖത്തറിൽ നിന്ന് സ്ഥിരീകരണം വന്നിട്ടുണ്ട്. നമ്മൾ യുദ്ധം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഏതെങ്കിലും ഒരു ഭാഗം അത് ചെയ്തു, ഇപ്പോൾ ഉദാഹരണത്തിന് വിമാനവാഹിനി തകർത്തു ഇറാൻ എന്നൊക്കെ വാർത്തകളൊക്കെ വന്നില്ലേ? പൊട്ട തെറ്റാണ്. അത് ഈ ഗീബൽസിയൻ തന്ത്രങ്ങൾ ധാരാളം വരുന്ന ഘട്ടമാണ്. ഇപ്പം നമ്മൾ ഇത് പറയുന്നത് ഖത്തർ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നത്. അപ്പോൾ ഖത്തർ തന്നെ പറയുമ്പോൾ ഇത് ശരിയാണ്. അപ്പോൾ ഇത് ആധുനിക ഈ എയർ ഡിഫൻസ് അല്ലേ, വിമാനങ്ങളെയൊക്കെ രക്ഷിക്കാൻ, മിസൈലുകളിൽ നിന്ന് രക്ഷിക്കാൻ അത്യന്താപേക്ഷിതമായ ഒരു റഡാറായിരുന്നു ഇത്. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു നട്ടെല്ല് നഷ്ടപ്പെട്ടിരിക്കുന്നു ഗൾഫിൽ. അതാണ് ഇതിൻ്റെ പ്രാധാന്യം. ഡിറ്റക്ഷൻ, ട്രാക്കിംഗ്, അതായത് കണ്ടുപിടിക്കുന്നു, മിസൈൽ പുറപ്പെടുന്നു എന്ന് ട്രാക്ക് ചെയ്യുന്നു, ഇൻ്റർസെപ്ഷൻ ഇല്ലേ, കണ്ടെത്തി നശിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങൾക്കുള്ള സഹായം ഈ റഡാർ ആയിരുന്നു. അപ്പോൾ ബാലിസ്റ്റിക് മിസൈലുകളെയൊക്കെ അതാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിലും റിയാദിൽ അമേരിക്കൻ എംബസി ആക്രമിക്കപ്പെട്ടില്ലേ? അമേരിക്കൻ എംബസി മാത്രമല്ല, ആ വളപ്പിലുണ്ടായിരുന്ന CIA സ്റ്റേഷനും ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ബാലിസ്റ്റിക് മിസൈലുകൾ പല സ്ഥലത്തും ഇന്ത്യ സമുദ്രത്തിൽ
ഒരു അമേരിക്കൻ കപ്പൽ ആക്രമിച്ചിട്ടുണ്ട് ഇറാൻ. സൈപ്രസിൽ ആക്രമണം നടന്നിട്ടുണ്ട് ബ്രിട്ടീഷ് താവളത്തിന് നേരെ. അപ്പോൾ പലതും ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ റഡാർ തകർന്നതോട് കൂടിയിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിസിഷൻ മിസൈൽ സ്ട്രൈക്ക് വല്ലാതെ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇറാൻ്റെ ഭാഗത്തു നിന്ന് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഗൾഫിലെ നിരീക്ഷണം വല്ലാതെ തകർന്നു പോയിരിക്കുന്നു എന്നാണ്. ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസിനെ, ഏകോപിപ്പിച്ച ഈ വ്യോമ പ്രതിരോധത്തിനെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു ഇതിൻ്റെ തകരാറല്ല, നാശം. അപ്പോൾ ഇറാനിൽ നിന്ന് ഉയരുന്ന മിസൈലുകളെ നിരീക്ഷിക്കാൻ മാത്രം അൽ ഉദൈദിൽ കൊണ്ടുവച്ച റഡാറാണ് ഇത്. അപ്പോൾ എവിടെയൊക്കെ പിൻ പോയിന്റ് ചെയ്തിട്ടാണ് ഇറാൻ ആക്രമിക്കുന്നത്, എവിടെയൊക്കെ വേണം കൃത്യമായി എന്നറിഞ്ഞുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ഒമാനിലും ആക്രമണം നടത്തിയത്. അവിടെയും അമേരിക്കയുടെ കേന്ദ്രങ്ങളുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ B-2 ബോംബർ, ഈ ഒരെണ്ണത്തിന് ചിലവ് $1 ബില്യൺ വരും. അത് ഇപ്പോൾ ഗൾഫിലുണ്ട്. ലോ കോസ്റ്റ് അൺമാൻഡ്, ആളില്ലാത്തത്, ചിലവ് കുറഞ്ഞ കോമ്പാറ്റ് അറ്റാക്ക് സിസ്റ്റം ലൂക്കാസ് എന്ന് പറയുന്നത് ഉണ്ട്. വൺ വേ ഡ്രോണാണത് ലൂക്കാസ് എന്ന് പറയുന്നത്. അങ്ങോട്ട് പോവുക, ശരിപ്പെടുത്തുക എന്നുള്ളത്. അതായത് ഈ ഇറാനും റഷ്യയും കൂടി സംയുക്തമായിട്ട് വികസിപ്പിച്ച ഷഹീദ് 136 ഡ്രോണില്ലേ, അതിൻ്റെ ഒരു പരിഷ്കരിച്ച പതിപ്പാണ് ഈ ലൂക്കാസ്. പാട്രിയറ്റ്, താഡ്, ഈ സിസ്റ്റംസൊക്കെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഈ ഇപ്പോൾ നശിപ്പിക്കപ്പെട്ട AN/AFPS 132 കൂറ്റൻ റഡാർ ഒരു ടാക്റ്റിക്കൽ ബാറ്റിൽ ഫീൽഡ് റഡാർ അല്ല. അതായത് യുദ്ധരംഗത്ത് ഇങ്ങനെ ഉന്തിക്കൊണ്ട് നടക്കുന്ന മൊബൈൽ റഡാറുകൾ പോലെയല്ല. ഇത് സ്റ്റാറ്റിക് ആണ്, ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് അത് അമേരിക്കൻ ആക്രമണത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയൊക്കെ നട്ടെല്ലായിരുന്നു എന്ന് പറഞ്ഞത്. നട്ടെല്ല് ഒടിഞ്ഞിരിക്കുന്നു. ഇത് പരിമിത എണ്ണം മാത്രമേ ലോകത്തുള്ളൂ. ഇത് റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഇവിടെ നിന്ന് കൊണ്ടുപോയി വേറൊരു സ്ഥലത്ത് വെക്കാൻ പറ്റുമായിരുന്നില്ല. ഇത് സ്റ്റാറ്റിക് ആയതുകൊണ്ട് ഒരേ സ്ഥലത്ത് നിലകൊള്ളുന്നത് കൊണ്ട് ഇത് എന്താണ്, വൾണറബിൾ അല്ലേ, അതായത് തകർക്കാൻ കഴിയുന്ന അവസ്ഥയിലുമായിരുന്നു. ഒരു സ്ഥലത്ത് തന്നെ നിലകൊള്ളുകയാണ്. അമേരിക്കയ്ക്ക് അത് അവിടെ നിന്ന് എടുത്തു മാറ്റാനും പറ്റില്ല. കിഴക്കൻ തുർക്കിയിൽ താവളം ഉണ്ടല്ലോ നാറ്റോയുടെ. കിഴക്കൻ തുർക്കിയിലെ ഖുറേസിക്കിലാണ് താവളം. അവിടെ റഡാറുണ്ട്. ഇതല്ല, AN/TP-42 എന്ന് പറഞ്ഞ റഡാർ ഉണ്ട്. അത് അമേരിക്കയുടേതല്ല, നാറ്റോയുടെ റഡാർ. അതിനെ ഇറാൻ ആക്രമിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നാറ്റോയുടേതാണ്. അപ്പം നാറ്റോയുടെ റഡാറായതുകൊണ്ട്, നാറ്റോയുടേതും അത് കൂറ്റൻ റഡാറാണ്. ഇത് പറഞ്ഞതുകൊണ്ട് അതും പറയുകയാണ് നമ്മൾ. അത് ആക്രമിച്ചു കഴിഞ്ഞാൽ നാറ്റോ രാജ്യങ്ങൾ മൊത്തം ഇറാനെ പൊതിയുന്ന അവസ്ഥ വരും. യുദ്ധം വേറൊരു ലെവലിലേക്ക് കയറും. അതായത് ഈ തുർക്കിയിലെ ഈ റഡാറിനെ കൂടി ആക്രമിച്ചു കഴിഞ്ഞാൽ, അതാണ് ആ മിഡിൽ ഈസ്റ്റിലുള്ള വേറൊരു ഇതുപോലുള്ള റഡാർ. മൊത്തം നാറ്റോയുടെ റഡാറാണ്. ഇന്ത്യ സമുദ്രത്തിൽ അമേരിക്കയുടെ ഒരു യുദ്ധക്കപ്പൽ 2 മിസൈൽ ആക്രമിച്ചിട്ടുണ്ട്. അത് തീയൊക്കെ ആളിയിട്ടുണ്ട്. എത്രയാണ് കപ്പൽ മുങ്ങിയോ എന്നുള്ളത് അറിയില്ല. ഇത് 600 ടെഹ്റാൻ തീരത്ത് നിന്ന് 600 കിലോമീറ്റർ അകലെ വെച്ചിട്ടാണ് ഇന്ത്യ സമുദ്രത്തിൽ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 787 പേര് ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതുവരെ. 787. റിയാദിൽ CIA സ്റ്റേഷൻ ആക്രമിച്ചിട്ടുണ്ട്. ഇതാണ് പുതിയ വിവരം.
ശരിക്കും പറഞ്ഞാൽ ഇറാൻ്റെ ശക്തി ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കുക. രണ്ടാം നിര നേതൃത്വമായിട്ട് പോലും അവർ കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്തു. പിന്നെ മാത്രമല്ല ഇതുപോലുള്ള ഈ വാൺ ചെയ്യുന്ന ഈ റഡാറുകളെയൊക്കെ തകർക്കുക എന്ന് പറയുന്നത് കൃത്യമായി പ്ലാനിങ് നടപ്പാക്കാൻ പറ്റും. സിനിജി യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ വിജയം പറയാനേ സമയമുള്ളൂ എന്നുള്ളതാണ് അവസ്ഥ. അത് ബാക്കി ഭാഗങ്ങൾ മൊത്തത്തിലുള്ള ഒരു യുദ്ധരംഗം വിവരിക്കുമ്പോൾ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.